നമുക്ക് ജവഹർലാൽ നെഹ്റു തൊട്ട് എടുക്കാം. ഞാൻ കറക്റ്റ് സമയം നോക്കിക്കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അദ്ദേഹം പറഞ്ഞു, ഉറുദു 15 ഭാഷകളുള്ളതിൽ ഒരു ഭാഷയായിരിക്കണം. ഹിന്ദിയും അതിലൊരു ഭാഷ മാത്രമാണ്. അന്ന് ഹിന്ദി അതിലൊരു ഭാഷ മാത്രമാണ്. അല്ല, രണ്ടാമത് സംസ്ഥാനങ്ങൾ ഭാഷയുടെ പേരിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ, അതേമാതിരി സംസ്ഥാനം ഉണ്ടല്ലോ ഇന്ത്യയിൽ, ലക്ഷദ്വീപ് ഉണ്ടല്ലോ, യൂണിയൻ ടെറിട്ടറി, ജമ്മു ആൻഡ് കാശ്മീർ ഉണ്ടല്ലോ. ആർട്ടിക്കിൾ 370 ഇവരെടുത്ത് മാറ്റിയെങ്കിലും അവർ 70 കൊല്ലം നിലനിർത്തി. ജവഹർലാൽ നെഹ്റു നിലനിർത്തി. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ കാലഘട്ടത്തിൽ, അല്ല നമ്മുടെ സ്വാതന്ത്ര്യത്തിന് സമയകാലഘട്ടത്തിൽ ഇവിടെ സംവരണം ഉണ്ടായിരുന്നില്ല. ഏതാനും കുറച്ച് സംസ്ഥാനങ്ങളിൽ, അതിൽ കേരളത്തിൽ മാത്രം എന്ന് വേണം പറയാം, അവർ സംവരണം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് സംവരണം വന്നില്ലേ, ഓരോരോ സംസ്ഥാനത്ത് സംവരണം വന്ന്. തമിഴ്നാട്ടിൽ സംവരണം ഉണ്ടായിരുന്നു, മനസ്സിലായി. അല്ലാതെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും, ആദ്യം കർണാടകയിൽ, പിന്നെ ആന്ധ്രയിലൊക്കെ മുസ്ലിം സംവരണം വരികയും അവസാനം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഇന്ത്യയിൽ ആഗമനം മുസ്ലിമുകൾക്ക് സംവരണം വന്നു. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ അധികം IAS ഓഫീസർമാരെയൊക്കെ നമ്മൾ കാണുന്നത് മുസ്ലിമിനായിട്ട്. IAS IPS ഒക്കെ കാണുന്ന സംവരണം വന്നുകൊണ്ടാണ്. അടുത്ത് വരുന്നത് ന്യൂനപക്ഷ പദവി. ന്യൂനപക്ഷ പദവി വെച്ചിട്ട് ന്യൂനപക്ഷങ്ങൾക്ക്, മുസ്ലിം എഴുതിയിട്ടില്ല, ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ നടത്താനും അവിടെ വേണമെങ്കിൽ 100 വിദ്യാർത്ഥികളെ അവരെ അഡ്മിറ്റ് ചെയ്യാനും അവരുടെ സമൂഹത്തിൽപ്പെട്ടവരെ അധ്യാപകരായിട്ട് നിയമിക്കാനും ഒക്കെ ഉള്ള നിയമം വന്നില്ലേ. ആ നിയമം UPA ഗവൺമെൻറ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഏതെങ്കിലും പ്രാദേശിക ഗവൺമെൻറ് അതിനെതിരായിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾ 3 മാസം കൊണ്ട് മൈനോറിറ്റി കമ്മീഷനെ അപ്രോച്ച് ചെയ്തോളൂ. ഇതൊക്കെ പ്രായോഗികമായി നടപ്പാക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. 100 MES സ്ഥാപനങ്ങൾക്ക് ന്യൂനപക്ഷ പദവി ഉണ്ട്. ഇനി ഞങ്ങൾക്ക് പേടി അതെങ്ങാനും എടുത്തു കളയുമെന്നാണ്. അതെന്തെങ്കിലും ടെക്നിക്ക് പറഞ്ഞുകൊണ്ട് എടുത്തു കളയോ എന്നുള്ളതാണ്. അതേമാതിരി തന്നെ രാജീവ് ഗാന്ധിയുടെ മണ്ടത്തരം വരെ, ശിലാന്യാസ് വരെ ആർക്ക് അനുകൂലമായിട്ടാണ് നിന്നിരുന്നത്? അവർ മുസ്ലിം സമുദായത്തിന് അനുകൂലമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി നിന്നിരുന്നത്. പിന്നെ PV നരസിംഹറാവു വരെയല്ലേ കാര്യങ്ങൾ പോയിട്ടുള്ളൂ. ഇപ്പോഴും കോൺഗ്രസിൻ്റെ സമീപനം അങ്ങനെ തന്നെയാണ്. ആരും പോയില്ലല്ലോ. പ്രാൺ പ്രതിഷ്ഠയ്ക്ക് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ പോയോ? ഇന്ന് കൂറുമാറിക്കൊണ്ട് ഉള്ളിൽ കൂടെ പണിയെടുത്തുകൊണ്ടിരുന്ന അശോക് ചവാനും കമൽനാഥൊക്കെ പുറത്തു കൊണ്ടുവരും. അവർ പുറത്തു പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. കോൺഗ്രസിന് നേതാക്കന്മാർ വലിയ ഇതല്ലല്ലോ. അങ്ങനെ ഞാൻ പറയണം, എന്തിന് നമ്മുടെ ഈ ലക്ഷദ്വീപിലെ ആൾക്കാർക്ക് ഗിരിവർഗ സ്റ്റാറ്റസ് ഉണ്ട്, അറിയോ? ചിലർ തങ്ങന്മാരാണ്, അവർ ഗിരിവർഗക്കാരുമാണ്, ട്രൈബൽ. അതിന് പുറമെ അവർക്ക് എന്താ നമ്മൾ പറയാ, ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ഇതും കിട്ടുന്നുണ്ട്, സംവരണവും കിട്ടുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയുണ്ട്? അതൊക്കെ ഈ രാജ്യത്ത് നടപ്പാക്കിയിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇതിപ്പോൾ കോൺഗ്രസിന് മാത്രമല്ല, അതിനുശേഷം വന്നിട്ടുള്ള ജനതാ പരിവാർ മുഖ്യമന്ത്രിമാർ, ലാലു പ്രസാദ് യാദവും മുലായം സിംഗ് യാദവും അടക്കമുള്ളവർ. അവിടെ മുലായം സിംഗ് ആണ് പൂട്ടിട്ടത്. എവിടെ? ഇവിടെ നമ്മുടെ കാശി ഇതിൽ തർക്കം വന്നപ്പോൾ അത് പൂട്ടിടാൻ 1993 ലാലു പ്രസാദ് യാദവാണ് LK അദ്വാനിയെ പിടിച്ച് അറസ്റ്റ് ചെയ്തത്. അപ്പം നമ്മൾ കൂട്ടായ്മ മാത്രമല്ല, നമ്മളുടെ കൂട്ടായ്മ മാത്രമല്ല, ഇന്ന് കേരളത്തിൽ ആഗമനം നടക്കുന്ന മാതിരി എല്ലാ സമൂഹങ്ങളിലും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ കൂട്ടുപിടിച്ച്, രാഷ്ട്രീയത്തിൽ മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്തായാലും മറ്റെന്ത് രംഗത്തായാലും അവരെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറണം. അല്ലാതെ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലഘട്ടത്തിൽ തന്നെ സൈദ്ധാന്തികമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. എന്താ ഞാൻ ഫുള്ളായിട്ട് നമ്മുടെ മുജീബ് റഹ്മാൻ പറഞ്ഞത് ഒട്ടുമുക്കാൽ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു. അദ്ദേഹത്തിന് രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളതാണ്, ഞാനതുമാതിരി അത് രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള. മറ്റുള്ളവർ ചിലപ്പോൾ ദിക്കറുപോലെയാണ് കാഴ്ചപ്പാടുണ്ടാവുള്ളൂ. ഞങ്ങളുടെ അഭിപ്രായത്തിൽ പോരാട്ടം വരെയാണ്. പോരാട്ടത്തിന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഇതിലെങ്കിലും നമുക്ക് ഒരുമിച്ച് നിൽക്കാമല്ലോ. മറ്റുള്ള കാര്യങ്ങളിലും നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ